നിലച്ചിരിക്കാതെയാണ് തമിഴ്നാട്ടിൽ മിന്നൽ പ്രളയമുണ്ടായിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ കേരളം വെറുതെ നോക്കി നിൽക്കുകയല്ല, തമിഴ്നാടിന് ഒരു സഹായമായി ഒരു കൈത്താങ്ങാവുകയാണ് കേരളം. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ 9 ലോഡ് സാധനങ്ങളാണ് ഇതിനോടകം തമിഴ്നാട്ടിൽ എത്തിച്ചത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാധനങ്ങൾ ശേഖരിച്ച് തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും കൈമാറിയത്. പ്രളയം വന്നപ്പോൾ കേരളത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങൾ. പ്രളയത്തിന്റെ ദുരന്തമറിഞ്ഞവരാണ് മലയാളികൾ. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ചതുപോലെ കേരളം ഇപ്പോൾ അവരെയും ചേർത്ത് പിടിക്കുകയാണ്. അൻപോട് കേരളം എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ പേര് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാര്യാലയത്തിലെത്തിയാൽ ഇത്തരത്തിൽ കേരളത്തിന്റെ സ്നേഹം രേഖപ്പെടുത്തിയ 100 കണക്കിന് കെട്ടുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അരിയും വസ്ത്രവും 1 ലിറ്റർ വെള്ളവും ഉൾപ്പെടെ 24 സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകാമെന്ന തീരുമാനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൊതുജനങ്ങളെ അറിയിച്ചത്. അറിയിപ്പ് വന്നതിന് പിന്നാലെ സാധനങ്ങളുമായി ജനങ്ങൾ കളക്ഷൻ പോയിന്റിലേക്ക് എത്തി. ശേഖരണം ആരംഭിച്ച് 6 ദിവസം പിന്നിടുമ്പോൾ 9-ലധികം ലോഡാണ് കേരളം കയറ്റി അയച്ചത്. സോഫാർ 9 ലോഡ്സ് പോയി. ഇന്നിനിയിപ്പം അടുത്ത 3 ലോഡും നാളെയും കൂടെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഡ്രൈവ് നടത്തിയപ്പം ആക്ച്വലി നമ്മുടെ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് നല്ല ഒരു കോർഡിനേഷനും അതുപോലെ തന്നെ സപ്പോർട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾക്ക് പുറമെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും SPC അംഗങ്ങളുടെയും മറ്റു വോളണ്ടിയർമാരുടെയും എല്ലാം അധ്വാന ഫലമായാണ് ഓരോ ലോഡുകളും ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. തമിഴ്നാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ കിറ്റുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഏകദേശം 300 സിവിൽ ഡിഫൻസ് അംഗങ്ങളും അതുപോലെ നാവിക അംഗങ്ങളും ഈ 21-ാം തീയതി മുതൽ ഇത്രയും ദിവസമായിട്ട് 2 ഷിഫ്റ്റായിട്ട് ഇവിടെ പാക്ക് ചെയ്യുന്നു. ലോഡ് അൺലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് തിരിച്ച് കയറ്റി തമിഴ്നാട്ടിലേക്ക് അയക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ പാത്രങ്ങളും തുണികളും തങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തമിഴ്നാട് അറിയിച്ചതിന് തൊട്ടു പിന്നാലെ അവ എത്തിച്ചു നൽകിയിരിക്കുകയാണ് മാറിവാനിയോസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസ്. മീഡിയ 1 തിരുവനന്തപുരം. ന്യൂസ് മോർണിംഗ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്നൊന്ന് പോകാമെന്ന് തോന്നുന്നു. ഈ ഇസ്രായേലിന്റെ ഗസ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി കമന്റുകൾ പ്രേക്ഷകർ നൽകുന്നുണ്ട്. ഒരു യുദ്ധനിയമവും പാലിക്കാതെ സിവിലിയന്മാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ നടപടിയിൽ നിഷ്പക്ഷരായ മനുഷ്യസ്നേഹികൾ ഫലസ്തീന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് KU ഷെരീഫ് എന്നൊരു പ്രേക്ഷകനാണ്. ഒപ്പം മനുഷ്യരും മൃഗങ്ങളും അതിരുകളില്ലാതെ ജീവിക്കുന്ന സോഷ്യലിസം എന്ന് താജുദ്ദീൻ പറയുന്നുണ്ട്. അത് കടുവ നാട്ടിലേക്ക് ഇറങ്ങിയ വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ലോകാവസാനമാകുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമെന്നാണ് FC എന്നൊരു അക്കൗണ്ടിൽ നിന്ന് പറയുന്നത്. പേടിപ്പിക്കരുത്. ഒപ്പം ഈ സ്ത്രീധന മരണം അത് വലിയൊരു വിപത്ത് തന്നെയാണെന്നുള്ള രീതിയിൽ നിരവധി അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒപ്പം വോട്ടിംഗ് മെഷീനെതിരെ ഒരു ക്യാമ്പയിൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നടക്കുന്നുണ്ട് കേട്ടോ. EVM ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ EVMനെതിരെ മീഡിയ 1 തന്നെ ക്യാമ്പയിൻ നടത്തണം എന്നൊക്കെ ഒരു ആവശ്യം ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സുനാമി ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ നശിക്കുന്നു എന്നുള്ള വാർത്തയുമാണ്. അങ്ങനെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഓരോ ഘട്ടത്തിലും സർക്കാർ അലംഭാവം മൂലം ജനത്തിന് ഒരു ഉപകാരവുമില്ലാതെ കിടക്കുന്നതെന്ന് ഷിഹാബ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താജുദ്ദീനും അത്തരം നിരവധി കമന്റുകൾ ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുമായി ബന്ധപ്പെട്ട കമന്റുകളുണ്ട്. പ്രേക്ഷകർ അങ്ങനെ കമന്റുകൾ ഇടുക. അങ്ങനെയാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കമന്റുകൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി.